സ്മരിച്ചുകൊണ്ട് ഓം സർവം പശ്യപ്പം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാരൈവ ഉച്ചാന്യത്രകാലാതീതം തദപ്യോംകാരൈവ സർവം ഹ്യേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മാ സ്വയമാത്മാ ചതുഷ്പാദ ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിം സ്ഥൂലഭഗ് വൈശ്വാനര പ്രഥമപാദഃ സ്വപ്നസ്ഥാനോന്തപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിം യേശ സർവൈശ്വരൈശ്വസർവജ്ഞേഷാന്തര്യാമി യേശ യോനിഃ സർവസ്യ പ്രഭവാപ്യയോ ഭൂതാനാം നന്ദപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന പ്രജ്ഞം അദൃശ്യം വ്യവഹാരിമഗ്രാഹ്യം അലക്ഷണം അചിന്യം അവിപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ സ്വയമാത്മാധ്യക്ഷരം ഓംകാരോ അതിമാത്രം പാദമാത്ര മാത്രാശപാദാകാര ഉകാരോ മകാര ഇതി ജാഗരിതസ്ഥാനോ വൈശ്വാനരോ ഉകാര പ്രഥമാ മാത്ര ആപ്തേയാദിമത്വാപ്നോതി സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ സ്വപ്നസ്ഥാനത്തൈജസോകാരോ ദ്വിതീയ മാത്ര ഉത്കർഷാനുഭയത്വാ ഉത്കർഷ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യാം ബ്രഹ്മവിത്കുലേ ഭവതി യേവം വേദ
ശബ്ദസ്ഥാന പ്രാജ്ഞോമകാരസ്തൃതീയ മാത്രമിതിരപീതിർവ വിനോദിഹ വായിതം സർവം അപീതിശ്ച ഭവതി ഏവം വേദ. മാത്രസ്ഥോ അവ്യവഹാര്യ പ്രപഞ്ചോ പശ്യശോ അദ്വൈത ഏവം ഓംകാര ആത്മൈവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ. നാലാദശാന്തി പ്രകടനത്തിൽ 88ാമത് കാര്യം. അവസ്തു അനുപലംബം ച ലോകോത്തരമിതി സ്മൃതം ജ്ഞാനം ജ്ഞേയം ച വിജ്ഞേയം സവസ്തു സ്വോപലംബം. ജാഗ്രതയെ കുറിച്ച് പറഞ്ഞു. അവസ്തു സ്വോപലംബം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തെ കുറിച്ച്. അടുത്ത് സവസ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാവഹാരികമായ പദാർത്ഥങ്ങളുണ്ട്, അനുഭവമുണ്ട്. അടുത്തത് അവസ്തു എന്ന് പറഞ്ഞു. അവിടെ വ്യാവഹാരിക പദാർത്ഥമില്ല, പ്രതീതി മാത്രം. ഒന്നിനെ ലൗകികം എന്ന് പറഞ്ഞു ജാഗ്രതത്തിന്, സ്വപ്നത്തെ ശുദ്ധം ലൗകികം എന്ന് പറഞ്ഞു. ജാഗ്രതത്തിൽ വ്യാവഹാരികമായ വസ്തുക്കളുമുണ്ട്, പ്രാതിഭാസികമായ വസ്തുക്കളുമുണ്ട്. സ്വപ്നത്തിനാണെങ്കിലോ അവിടെ പ്രതിഭാസം മാത്രം. ജാഗ്രതത്തിലെ വ്യവഹാരം അവിടെയില്ല. ഇനിയടുത്ത് മൂന്നാമത് വരുന്നു, നിങ്ങൾ പറയുന്ന അവസ്തു അനുപലംബം ച. മുമ്പ് പറഞ്ഞ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് അവസ്തു അനുപലംബം ച, ഗ്രാഹ്യ ഗ്രഹണവർജിതം. സുഷുപ്തിയിൽ ഗ്രാഹ്യമില്ല, ഗ്രഹണവുമില്ല, പ്രതീതിയില്ല. പ്രതീതിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിനെ അറിയുന്നില്ല. അതാണ് ഗ്രഹണവർജിതം. ഇല്ല, ഗ്രാഹ്യമായ വസ്തുക്കളുമില്ല. ജാഗ്രതത്തിലെ വ്യാവഹാരികമോ പ്രാതിഭാസികവുമായ വസ്തുക്കൾ അവിടെയില്ല. സ്വപ്നത്തിലെ പ്രാതിഭാസിക വസ്തുക്കളും അവിടെയില്ല. അതാണ് ഗ്രാഹ്യഗ്രഹണവർജിതം എത്തിയത്. അതുകൊണ്ടെന്ന് പറഞ്ഞു ലോകോത്തരം, ഇത് വ്യവഹാരാതീതമാണ്. ജാഗ്രതത്തിൽ വ്യവഹാരം സംഭവിക്കുന്നു. സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് വ്യവഹരിക്കാൻ കഴിയുന്നു. സ്വപ്നത്തിൽ വ്യവഹാരം നടക്കുന്നു. അവിടെ കാണുന്നു, കേൾക്കുന്നു, ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ എല്ലാ വ്യവഹാരങ്ങളും അവിടെ നടക്കുന്നു. ജാഗ്രതത്തിൽ അത് സ്പഷ്ടമാണ്. സുഷുപ്തിയെക്കുറിച്ച് പറയുന്നു, അത് ലോകോത്തരമാണ്. ജാഗ്രതത്തിലെ സ്ഥൂലമായ അനുഭവങ്ങളോ സ്വപ്നത്തിലെ സൂക്ഷ്മമായ അനുഭവങ്ങളോ ഒന്നും അവിടെയില്ല. അതേവ ലോകാതീതം, അത് ലോകാതീതമാണ് എന്ന് പറഞ്ഞാൽ അനുഭവാതീതമാണ്. അനുഭവാതീതമാണ് എന്ന് പറയുമ്പോൾ ജാഗ്രത അനുഭവത്തിനും സ്വപ്നാനുഭവത്തിനും അതീതമാണ്. സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്, അറിയുന്നില്ലെന്നല്ല. അനുഭവാതീതം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി എന്നറിയുന്നുണ്ട്. ഉണർന്നതിന് ശേഷമുള്ള അറിവ് അത് സ്മരണയാകാം,
അല്ലെങ്കിൽ അനുമാനമാകാം. എന്തായാലും അതിനെ സംബന്ധിച്ച് അറിവുണ്ട്, അറിയുന്നുണ്ട്, സുപ്തനെ കുറിച്ചുള്ള ബോധമുണ്ട്. അപ്പോൾ വ്യവഹാരാതീതമായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനെ ജാഗ്രതയിൽ അറിയുന്നു, സ്വപ്നത്തെ സ്വപ്നത്തിൽ തന്നെ അറിയുന്നു, ജാഗ്രതത്തിന് ജാഗ്രതയിൽ തന്നെ അറിയുന്നു. സുഷുപ്തിയെ സംബന്ധിച്ച് നമുക്കറിയുന്നു, അറിയുന്നില്ല എന്നൊന്നും ആ സമയത്ത് പറയാൻ കഴിയുന്നില്ല. സ്വപ്നത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എന്താണ് അവിടെ ഞാൻ കണ്ടു, കേട്ടു, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായി ജാഗ്രത സ്മരിക്കാൻ കഴിയുന്നു. സുഷുപ്തിയെക്കുറിച്ച് അറിയുമ്പോഴോ ജാഗ്രത കണ്ടു, കേട്ടു, അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടതായി അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ലോകാതീതം എന്ന് പറഞ്ഞു. ഗ്രാഹ്യഗ്രഹണ വിഷയോഹി ലോക. ലോകം എന്ന് പറയുന്നത് എന്താണ്? ലോകമെന്നോ പ്രപഞ്ചമെന്നോ ചരിത്രത്തെ ലോകത്തിന് ശരീരമെന്നോ ഒക്കെ അർത്ഥം വരും. അത് ചുരുക്കി പറഞ്ഞാൽ ഗ്രാഹ്യഗ്രഹണ വിഷയം, ഗ്രഹണ വിഷയമായിരിക്കുന്നു, ഗ്രാഹ്യമായിരിക്കുന്നു, ഗ്രഹിക്കപ്പെടുന്നതല്ല ലോകമാണ്. അങ്ങനെ ഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? ഗ്രഹണം കൊണ്ട്, ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന സർവ്വം ലോകമാണ്. തദഭാവ, അത് അവിടെയില്ല, സുഷുപ്തിയിലില്ല. സർവപ്രവൃത്തി ബീജം സുഷുപ്തം. എന്നാലും ഇതൊന്നും അവിടെ ഇല്ലെങ്കിൽ, ഈ അനുഭവങ്ങൾ അവിടെയില്ല, വ്യവഹാരമില്ല, മറ്റു പ്രതീതികളില്ല. ഇല്ലെങ്കിലും നമ്മുടെ അനുഭവത്തിൽ എന്താണ്? അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഗാഠനിദ്രയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നതായ അനുഭവം, ജാഗ്രതത്തിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുന്നതായിട്ട് അനുഭവം, ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായ അനുഭവം. ജാഗ്രത സ്വപ്നങ്ങളിൽ നടക്കുന്ന സർവ പ്രവൃത്തികളുടെയും ബീജമായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത് അത് ഈ സുഷുപ്തിയാണ്. അതാണ് സർവപ്രവൃത്തി ബീജം സുഷുപ്തം ഇത്തി ഏത് ദൈവം സ്മൃതം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആചാര്യന്മാർ എല്ലാം ഇതിനെക്കുറിച്ച് ഉപദേശിച്ചിട്ടുള്ള ഈ രീതിയിലാണ്. എന്താണ് ഇതിനെ പരമാവധി പറയാവുന്നതാണ്. കാരണം ഈ കാണുന്ന ജാഗ്രത സ്വപ്ന പ്രതിഭാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആധാരം വേണമല്ലോ. ആ ആധാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് അത് സുഷുപ്തിയാണെന്നാണ്. അപ്പോൾ അവസ്തു അനുപലംബം ച ലോകോത്തരം എന്ന് പറയുന്നത് സുഷുപ്തിയെക്കുറിച്ചായി. ഇത് സ്മൃതം. അടുത്ത് പറയുന്നത് എന്താണ്? ജ്ഞാനം ജ്ഞേയം ച വിജ്ഞേയം. ഈ മൂന്നിനെ കുറിച്ച് പറയുകയാണ്. സോപായം പരമാർത്ഥതത്വം ലൗകികം. സോപായം പരമാർത്ഥതത്വം, ഉപായങ്ങളോടുകൂടിയിരിക്കുന്നു. എന്നുവെച്ചാൽ മോക്ഷത്തിനുള്ള ഉപായങ്ങളോടുകൂടിയിരിക്കുന്നു പരമാർത്ഥതത്വം. സാധന, ഉപായം എന്ന് വെച്ചാൽ സാധന. അങ്ങനെയുള്ള പരമാർത്ഥതത്വം ലൗകികം എന്നുള്ളത്. ലൗകികം എന്ന് പറഞ്ഞാൽ വ്യാവഹാരികം. അതിനെ തന്നെ പരമാർത്ഥതത്വം എന്ന് പറഞ്ഞിരിക്കുന്നു. പരമാർത്ഥം എന്ന് വെച്ചാൽ വ്യാവഹാരികം എന്നുള്ള അർത്ഥത്തിലാണ്. വ്യാവഹാരികത്തിന് ലൗകിക പരമാർത്ഥം എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട്. ലൗകിക പരമാർത്ഥം എന്ന് പറയാൻ എന്താ കാരണം? പ്രതീതി അപേക്ഷിച്ചത് പരമാർത്ഥമാണ്. സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രത പരമാർത്ഥമാണ്. രജ്ജുസർപ്പത്തെ അപേക്ഷിച്ച് വാസ്തവ സർപ്പം പരമാർത്ഥമാണ്. അതുകൊണ്ട് ഈ വ്യവഹാരത്തിനെയും പരമാർത്ഥം എന്ന് പറയും. ലൗകികം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ, ലൗകികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എടുക്കാം.
ജാഗ്രതനെ എടുക്കാം, സ്വപ്നത്തെ എടുക്കാം, വ്യാവഹാരികത്തെയും പ്രാതിഭാസികത്തെയും എടുക്കാം. അപ്പം പ്രാതിഭാസികത്തിനെ വ്യവഹാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കേവലം വ്യാവഹാരികമായതിനെ മാത്രം എടുക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പരമാർത്ഥ തത്വം ലൗകികം. അതാണ് ശബ്ദങ്ങൾ അർത്ഥമാറ്റത്തോടുകൂടി ഉപയോഗിക്കുന്നത്. സാധാരണ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ആത്മാവ്, അതിനെ പറയാറുണ്ട്. ഇവിടെ പരമാർത്ഥം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും മിഥ്യ എന്നുള്ള അർത്ഥത്തിലാണ്. ആ ശബ്ദം തന്നെ ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചില്ല. അത് ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ അതല്ല ഉപയോഗിച്ചത്. പരമാർത്ഥ തത്വം മിഥ്യയ്ക്കും അങ്ങനെ പരമാർത്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ചും ആധ്യാത്മികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം. ഭാഷയ്ക്കോ ഭാഷയുടെ നിയമങ്ങൾക്കോ ഒന്നും പല സന്ദർഭങ്ങളിലും ആചാര്യന്മാർ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വ്യാവഹാരികത്തിന് പരമാർത്ഥം എന്ന് പറയാൻ കഴിയാതെ വരും. പക്ഷെ ഇവിടെ വ്യാവഹാരികം എന്നുള്ളതിന് ആത്മാവിന് വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദം പരമാർത്ഥം, തത്വം എന്നിവിടെ അത് പരമാർത്ഥം എന്ന് മാത്രമല്ല, പരമാർത്ഥ തത്വം എന്ന് പറയും. ഒരിക്കലും പറയാൻ പാടില്ല. ആശയങ്ങൾ ചില സ്ഥലത്ത് എങ്ങനെയാണ് ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഭാഷയ്ക്ക് അവിടെ രണ്ടാമത്തെ സ്ഥാനമാണ്. ഏത് ഭാഷ പ്രയോഗിച്ചാലും ശരി, അവിടെ ആശയം നമുക്ക് പിടികിട്ടുകയും ചെയ്യും. ഇവിടെ പരമാർത്ഥ തത്വം ലൗകികം എന്ന് പറയുമ്പോൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് പിടികിട്ടും. വ്യാവഹാരികത്തെയാണ് പറയുന്നത്. എന്തുകൊണ്ട് അടുത്ത് പറയുന്നു ശുദ്ധ ലൗകികം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ സ്വപ്നത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പരമാർത്ഥ തത്വം ലൗകികം, അത് ജാഗ്രതായി അസ്വോപായം എന്ന് പറഞ്ഞു. സ്വോപായം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ശ്രവണാദി സാധനങ്ങളെല്ലാം നടക്കുന്ന അവിടെയാണ്, ജാഗ്രതയിലാണ്. അതാണ് ശുദ്ധ ലൗകികത്തെ അപേക്ഷിച്ചാൻ വരുന്ന പ്രാധാന്യം. സാധനങ്ങൾ, ഗുരു, ശാസ്ത്രം എല്ലാം ജാഗ്രതയിലാണ്. അതുകൊണ്ട് അതിനൊരു വിശേഷം കൊടുത്ത് സ്വോപായം പരമാർത്ഥ തത്വം ലൗകികം. സ്വപ്നത്തിൽ ഇതൊക്കെ ആയിക്കൂടെ എന്ന് ചോദിക്കും. സ്വപ്നത്തിൽ ഇതൊക്കെ ആകാം, അവിടെ ഈ ശാസ്ത്രവും ഗുരുവും സാധനയൊക്കെ വരാം. പക്ഷേ അത് നമുക്ക് ജാഗ്രതയിൽ പ്രയോജനപ്പെടുന്നില്ല. അതിന്റെ ഗുണവും ദോഷമെല്ലാം സ്വപ്നത്തിലേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ശാസ്ത്രത്തെ ചർച്ച ചെയ്യുന്നത്, ഗുരു ഉപദേശിക്കുന്നതൊക്കെ ഇവിടെ സ്വപ്നത്തിലല്ല, ജാഗ്രതയിലാണ്. അതുകൊണ്ട് ജാഗ്രതയിൽ ചർച്ച നടക്കുന്നുകൊണ്ട് പറയുന്നു സ്വോപായം പരമാർത്ഥ തത്വം ലൗകികം. ഈ സാധനങ്ങളോടുകൂടിയിരിക്കുന്ന ഈ വ്യാവഹാരിക നില, ഈ ജാഗ്രത ഒന്ന്, രണ്ടാമത്തെ ശുദ്ധലൗകിക സ്വപ്നം, ലോകോത്തരം മൂന്നാമത്തത് സുഷുപ്തി. അതാണ് ഇവിടെ കാര്യം പറഞ്ഞ് ജ്ഞാനം ജ്ഞേയം ച. ഏന ജ്ഞാനേന ജ്ഞായതേ തജ്ഞാനം. ഇതെല്ലാം ഏതൊരു ജ്ഞാനം കൊണ്ടാണോ അറിയുന്നത് അതാണ് ജ്ഞാനം. ഇതെല്ലാം വെളിപ്പെടുന്നത് ഏതെന്നാണ് ഇതൊക്കെ വെളിപ്പെടുന്നത്? ഏതൊരു പ്രകാശത്തിലാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത് അതിന് ജ്ഞാനം എന്ന് പറയുന്നു. ജാഗ്രതായാലും സ്വപ്നമായാലും സുഷുപ്തിയായാലും. സുഷുപ്തിയുടെ ജാഗ്രത സ്വപ്നങ്ങളുടെ കാര്യത്തിൽ വിവാദമില്ല, സുഷുപ്തിയുടെ കാര്യത്തിലാണ് വിവാദം.
സുഷുപ്തിയെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പോ ജാഗ്രതത്തിൽ അറിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജാഗ്രതത്തിൽ സ്മരിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങി, ഞാൻ സുപ്തനായിരുന്നു. ശരി, ആ സമയത്ത് ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ജാഗ്രതാണെന്നറിയുന്നു. സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞു, എനിക്കവിടെ അറിവുണ്ടായി. സ്വപ്നമെന്നല്ല, ആ സ്വപ്ന വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് അനുഭവം ഉണ്ടായി. ഉണർന്നതിന് ശേഷം നമ്മളതിന് ഒരു പേരിട്ട് വിളിക്കുകയാണ് സ്വപ്നം. ഇതുപോലെ സുപ്തനായിരുന്നപ്പോൾ എനിക്ക് എന്തിനെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാലും വിവാദം ഉണ്ടാവും. കാരണം ഒരാവരണത്തിൽ അവിടെ സംഭവിക്കുന്നുവല്ല. എന്നാണ് ഉണർന്നതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് സ്മരിക്കുന്നത്. ആ സ്മരിക്കുന്നിടത്ത് ആ സ്മരണയിൽ ഒരാവരണം വന്ന് എല്ലാത്തിനെയും മൂടിക്കളയും, ഒന്നും അറിഞ്ഞില്ല. അതാണ് ആവരണത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ഉറങ്ങി ഇരുന്ന സമയത്ത് ഉറങ്ങി ആ സമയത്ത് അതിനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വിവാദം ഉണ്ടാകും. അനുഭവമാണോ മറ്റെന്തെങ്കിലുമാണോ? അത് ഇവിടെ ചിലടത്ത് പറയും എന്താണ്, അത് സാക്ഷിഭാസ്യമാണ്. അവിടെ കേവലം സാക്ഷി മാത്രമായിരുന്നു. ആ സാക്ഷി ആ അറിവില്ലായ്മയെ പ്രകാശിപ്പിച്ചു എന്നെല്ലാം സാങ്കേതികമായ സമാധാനങ്ങളാണ് ആ പറയുന്നത്. ഒരു സമാധാനത്തിനോടെ പൂർണ്ണതയില്ല. ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും ആ പൂർണ്ണത, അതിന്റെ വിവരണങ്ങളിലുള്ള പൂർണ്ണത സുഷുപ്തിയെ സംബന്ധിച്ചുണ്ടാകത്തില്ല. എന്നാലും ജാഗ്രത നമുക്ക് പറയാം എന്താണ്, ഞാൻ ഉറങ്ങി. അതുകൊണ്ടതും ജ്ഞേയമാണ്. ജ്ഞേയം ഏതാന്യവ ത്രീണി, ഇത് മൂന്നുമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ് ജ്ഞേയം. ഏതദ്വ്യതിരേകേണ ജ്ഞേയാനുപത്തി, ഇതല്ലാതെ ജ്ഞേയം എന്ന് പറയാനൊന്നില്ല. നമ്മുടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമില്ല ജ്ഞേയമായിട്ട്. ഇത്രയുള്ളൂ ജ്ഞേയം. ജ്ഞാനം ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതെന്തോ അത് ജ്ഞാനം. അതെന്തിനാണോ പ്രകാശിപ്പിക്കുന്നത് അത് ജ്ഞേയം. ആ ജ്ഞേയം മൂന്നാണ്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഏതദ്വ്യതിരേകേണ ജ്ഞേയാനുപത്തേഹി സർവപ്രാവാതുക കൽപ്പിത വസ്തുനോ അത്രൈവ അന്തർഭാവാത്. സർവപ്രാവാതുക കൽപ്പിതം എന്ന് പറഞ്ഞല്ലോ. അസ്ഥി നാസ്തി, അസ്ഥി നാസ്തേരി, നാസ്തി നാസ്തേരി എന്നെല്ലാം പറഞ്ഞു. അനേകാചാര്യന്മാരുടെ പലതരത്തിലുള്ള കൽപ്പനകൾ, അവരെന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അത്രൈവ അന്തർഭാവാത്, ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ജാഗ്രതയിലെയും അതിവിപുലമായ പ്രപഞ്ചം, നമ്മൾ വിപുലമായ പ്രപഞ്ചം എന്ന് പറയുന്നത് അന്തമില്ലാത്ത പ്രപഞ്ചം, അവസാനമില്ലാത്ത പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് എന്താണ്? കേവലം വ്യക്തിനിഷ്ഠമായ ജാഗ്രത മാത്രമാണ്. ഈ ഉണർവ് മാത്രമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ ഉണർവിനപ്പുറം പോയി ഒരു പ്രപഞ്ചത്തെ കണ്ടുപിടിക്കുക അതാർക്ക് സാധ്യമല്ല. ഉണർന്നിരുന്നാൽ ഈ പ്രപഞ്ചമുണ്ട്. സ്വപ്നത്തിലേക്ക് പോയാലോ അവിടെ ഈ പ്രപഞ്ചമില്ല. സുഷുപ്തിയിലേക്ക് പോയാലുമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ഈ അറിവ്, ഈ ജാഗ്രത അറിവ്, ഈ അറിവിൽ മാത്രം നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ അതിവിപുലമായ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് എന്തെല്ലാം കണ്ടെത്തിയാലും ശരി, എല്ലാം ഈ അറിവിൽ പ്രകാശിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് സ്വപ്നത്തെ സംബന്ധിച്ച്. സ്വപ്നപ്രപഞ്ചവും അറിവിൽ പ്രകാശിക്കുന്നതാണ്, അതിനപ്പുറം. അതുകൊണ്ടിവിടെ അജാതത്തിൽ പറയും എന്താണ്, ഇത് രണ്ടും ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അത് ഈ അറിവിൽ നിന്ന് വേറിട്ടില്ല. എന്തിനാണോ, ഏതാണോ ഇതിനെ പ്രകാശിപ്പിക്കുന്നത്, ആ പ്രകാശത്തിൽ നിന്ന് വേറിട്ട് ഇവിടെ മറ്റൊരു പ്രപഞ്ചമില്ല. ആ പ്രകാശത്തിലെ പ്രതീതി മാത്രമാണത്. അത്
വ്യാവഹാരികമായാലും ശരി, പ്രാതിഭാസികമായാലും ശരി, അതിൽ ഇതെല്ലാം അന്തർഭവിച്ചു കഴിഞ്ഞു. ആ പ്രകാശത്തിൽ ഇതെല്ലാം അന്തർഭവിച്ചു കഴിഞ്ഞു. ആ പ്രകാശത്തിലാണ് സുഷുപ്തിയെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ ഉറങ്ങി, ഞാൻ സുപ്തനായിരുന്നു, അതും അതിലന്തർഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? ജ്ഞാനം ജ്ഞേയം. ഈ ജ്ഞാനജ്ഞേയങ്ങളിൽ സർവവും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ അനുഭവ വിഷയങ്ങളും അന്തർഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് വേറിട്ടൊരു വാസ്തവസ്ഥിതി പഠിക്കുന്നുണ്ട്. വിഷയങ്ങളെ പഠിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഭൗതികമായ പഠനം. വിഷയങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ഭൂതങ്ങൾ. അതിനെ ബാഹ്യമായി പഠിക്കുന്നു. അതൊരിക്കലും അതിന്റെ സത്യാസത്യങ്ങൾ വെളിപ്പെടുത്തത്തില്ല. മറിച്ച് എന്താണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എന്ന് മനസ്സിലാകുന്നു. അതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നു ആ പ്രതീതി അതിൽ നിന്ന് വേറിട്ട് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സ്വപ്നത്തിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ജാഗ്രതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ജാഗ്രത പ്രതീതിക്ക് അന്യമായിട്ടിവിടെ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല, ഉണ്മയില്ല. ഈ ജാഗ്രത പ്രതീതിയിലെ കേവലം വിഷയങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് എന്താണ്? അത് വിജ്ഞേയം. ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും ഇങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ, സുഷുപ്തിയും ഈ തരത്തിൽ ബോധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് വിജ്ഞേയം. അതെന്താണ്? പരമാർത്ഥ സത്യം എന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥ സത്യം.
ജാഗ്രതും നമുക്കറിവിന് വിഷയമായിരിക്കുന്ന ഈ ജാഗ്രത്, അതുപോലെ അറിവിന് വിഷയമായിരുന്ന സ്വപ്നം, അതുപോലെ നമ്മൾ ഈ സ്മരിക്കുന്ന സുഷുപ്തി, ഇതൊന്നും പരമാർത്ഥ സത്യമല്ല, വിജ്ഞേയമായിരിക്കുന്നതാണ്. അതാണ് ജ്ഞാനം, ജ്ഞേയം ച വിജ്ഞേയം, മൂന്നാമത്. അതാണ് പരമാർത്ഥ സത്യം. തുര്യാഖ്യം, അതിനെ തുര്യൻ എന്ന് പറയുന്നു. തുര്യനെന്നോ തുര്യനെന്നോ പറയും. തുര്യൻ എന്ന് പറയുന്ന പരമാർത്ഥ സത്യം. ഈ തുര്യൻ എന്ന് പറയുന്ന പരമാർത്ഥ സത്യം എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിലെ ഈ പ്രതീതിക്ക് ആധാരമായിരിക്കുന്നു, സ്വപ്ന പ്രതിഭാസങ്ങൾക്ക് ആധാരമായിരുന്നത് ആരാണോ സുപ്തനായിരുന്നത് സ്വയം, അതാണ് തുര്യൻ. അതുര്യൻ, അത് അദ്വയൻ എന്നർത്ഥം. തുര്യൻ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു എന്താണ്? അത് ഏകനാണ്. എങ്ങനെ ഏകനാകുന്നു? ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ആ ഏകൻ തന്നെയാണ്. കാരണം ജ്ഞാനജ്ഞേയങ്ങൾ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും അത് പരമാർത്ഥമല്ല. ആ ജ്ഞേയത്തിന് വിഷയമാക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിന് ആധാരമായിരിക്കുന്നത് അത് ഏകനാണ്, അദ്വൈനായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഗ്രാഹ്യഗ്രാഹകന്മാർ, ഗ്രാഹകനായി ഒരുവൻ ഇരിക്കുന്നു, അവന് ഗ്രാഹ്യമായി സർവവും ഇരിക്കുന്നു. ഇവിടെ അനേക ഗ്രാഹകന്മാരല്ല. ഞാൻ ഗ്രാഹകനായിരിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് കാണുന്ന സർവവും ഗ്രാഹ്യങ്ങളാണ്, വേറെ ഗ്രാഹകന്മാരല്ല. മറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്താണ്? ഞാൻ ഗ്രാഹകനാണ്, ഞാൻ നിന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, നീ ഗ്രാഹകനാണ്, നീ എന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ രണ്ട് ഗ്രാഹകന്മാരും. അങ്ങനെ രണ്ട് ഗ്രാഹകന്മാരില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഗ്രാഹകനായിരിക്കുന്നു. നീ അപ്പൊ എവിടെയായി? എന്റെ ഗ്രാഹ്യ കോടിയിൽപ്പെട്ടു, എന്റെ ഗ്രഹണത്തിന്റെ വിഷയമായി. അതുകൊണ്ട് ഗ്രാഹകൻ എന്ന് പറയുന്ന സ്ഥാനം എനിക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ആത്മനിഷ്ഠമായ ഓരോ വ്യക്തിയുടെയും അനുഭവം. എന്താണ്? താൻ ഗ്രാഹകനായിരിക്കുന്നു, മറ്റു സർവവും ഗ്രാഹ്യമായിരിക്കുന്നു. സർവത്ര ഈ അനുഭവമാണ് അനുസ്യൂതമായിരിക്കുന്നത് ഓരോ ജീവന്മാർക്കും. ഏതെങ്കിലും ഒരാൾ മറിച്ചു വന്നാൽ ശരി, എന്താണ്? ഞാൻ ഗ്രാഹകനല്ല, നീയാണ് ഗ്രാഹകൻ, അങ്ങനെ ഒരു അനുഭവം വരുന്നത്. ഒരേ അനുഭവം സർവത്ര അനുസ്യൂതമായി ഏകമായിരിക്കുകയാണെങ്കിൽ അത് തന്നെ അദ്വയം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈ അനുഭവത്തിന് മാറ്റം വരും. സർവത്ര ഒരേ ഗ്രാഹകന്റെ അനുഭവം വരികയാണ്. എന്താണ്? പല ഉപാധികളിൽ ഒരേ ആകാശത്തിന്റെ അനുഭവം. ഉപാധികൾ മാറിയതുകൊണ്ട് ആകാശത്തിന് മാറ്റം വരുന്നില്ല. അതുപോലെ പല ശരീരങ്ങളിൽ ഒരേ ഗ്രാഹകന്റെ അനുഭവം. എല്ലാ ശരീരങ്ങളിലും അഹമഹം എന്ന് ഒരേ ഗ്രാഹകനെ അറിയുന്നു. അഹമഹം എന്നറിയുന്നവനാണ് ഇവിടെ ഗ്രാഹകൻ എന്ന് പറഞ്ഞത്. എല്ലാ ശരീരങ്ങളിലും ഒരേ ഗ്രാഹകന്റെ അനുഭവമാണ് അനുഭവിക്കുന്നത്. ഇവിടെ അനുഭവിക്കാൻ പലരില്ല. ആ ഗ്രാഹകനായിരിക്കുന്ന ഒരാളാണ് സർവ്വശരീരങ്ങളിലും അഹം അഹം. കാരണം അല്ലെങ്കിൽ ആ അനുഭവത്തിന് മാറ്റം വന്നു. അഹം എന്നുള്ള അനുഭവത്തിന്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും ഒരു പ്രതീതി ഉണ്ടാകും. ഞാനെന്നുള്ള അനുഭവത്തിന്റെ സ്ഥാനത്ത് അതിന് പകരമായി അതിനെ മാറ്റിയിട്ട് നീ എന്നുള്ള അനുഭവം ഉണ്ടാവണം. അങ്ങനെ ഒരുവനും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് എന്താണ്? ഈ തുര്യൻ അദ്വൈതനാണ്. അദ്വൈതം എന്ന് പറയുന്നത് പൂർണ്ണമായും എന്താണ്? സ്വാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. സ്വാനുഭവം എന്ന് പറയുമ്പോൾ അത് ആചാര്യന്റെ അനുഭവം എന്നുള്ള നിലയ്ക്കല്ല, മറിച്ച് സർവരുടെയും അനുഭവം എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ്.
ആചാര്യന്റെ അനുഭവമാണെങ്കിൽ അതുകൊണ്ട് ശിഷ്യൻ എന്താ പ്രയോജനം? സർവരുടെയും അനുഭവം എങ്ങനെയാകുന്നു? കാരണം ഇവിടെ സർവ്വജീവന്മാരുടെയും അനുഭവം ഏകം തന്നെയാണ്. ഏതെങ്കിലും ഒരു ജീവനും മറിച്ചൊരു അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെ? അഹം എന്നുള്ള അനുഭവം അല്ലാതെ മറിച്ചൊരു അനുഭവം ഉണ്ടാകുന്നു. അതിന് ഈ ജീവഭേദം എങ്ങനെ വരുന്നു? സർവർക്കും അഹം എന്നുള്ള അനുഭവം ആണ് സർവത്ര സർവ്വശരീരങ്ങളിലും ഇരിക്കുന്നതെങ്കിൽ ജീവഭേദം എങ്ങനെ ഉണ്ടായി? അത് കേവലം ശരീരഭേദമാണ്, അല്ലാതെ ജീവഭേദമില്ല. ശരീരഭേദം കൊണ്ട് നമ്മൾ പറയുന്നു ജീവഭേദമുണ്ടെന്ന്. ആ ശരീരത്തെ വിട്ട് ചിന്തിച്ചാലോ അദ്വയം. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? സർവരും അദ്വയ അനുഭവശാലികളാണ്. അങ്ങനെ അദ്വയ അനുഭവശാലികളല്ലാത്ത ആരുമില്ല. ഏതൊരു ശരീരത്തിന്റെ ഉള്ളിലാണോ ജീവഭാവം അഹമെന്ന് സ്ഫുരിക്കുന്നത്, സർവത്ര എന്താണ്? സർവരും അദ്വയ അനുഭവത്തിലാണ്. അങ്ങനെ അല്ലാത്ത ആരുമില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അദ്വയം, അജം. അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിന്റെ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ എന്താണ്? ജനന മരണങ്ങളില്ല എന്നർത്ഥം. കാരണം ഈ അനുഭവത്തിലൂടെ ജനന മരണങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് അങ്ങനെ കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം ജനന മരണമില്ല. എന്തുകൊണ്ട്? ഈ ശരീരങ്ങളുടെ ഉത്പത്തിനാശങ്ങളിലും അനാദിയായി അനന്തമായി ഈ അഹം അനുഭവം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയാണ് ഈ ജനന മരണങ്ങൾ സംഭവിച്ചത്? ജനന മരണങ്ങൾ സംഭവിക്കുന്നില്ല. നമ്മളെന്താ കരുതുന്ന? എന്താണ്? ഞാൻ മരിച്ചു, ഞാൻ ജനിച്ചു എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് കരുതുന്നു. ഞാൻ മരിച്ചു എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ഞാൻ മരിക്കും എന്ന് ഊഹിക്കാൻ കഴിയുന്നു. അപ്പോ അവിടെയെല്ലാം അനുഭവങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നു. അനുഭവത്തിന്റെ ആധാരം എന്താണ്? അഹം എന്നുള്ള അനുഭവത്തിലാണ്. ഈ അഹം എന്നുള്ള അനുഭവം എന്താണ്? തന്റെ നാശത്തിലും, അതായത് തന്റെ ശരീരത്തിന്റെ നാശത്തിലും തന്റെ ശരീരത്തിന്റെ ഉത്പത്തിയിലും അതിനു മുമ്പും പിമ്പും എല്ലാം അനുസ്യൂതമായി സർവത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. പല ശരീരങ്ങളിലായി തന്റെ ഈ ശരീരബോധം ഉണ്ടാകുന്നതിന് മുമ്പും അനേക ശരീരങ്ങളിൽ അഹമനുഭവം നിലനിൽക്കുകയാണ്. അനന്തമായ ശരീരങ്ങൾ. ഈ ശരീരനാശത്തിന് ശേഷവും അനന്ത ശരീരങ്ങളിൽ അഹമനുഭവം നിൽക്കുകയാണ്. അപ്പോൾ ഈ അഹമനുഭവം അജമായി തന്നെ നിൽക്കുന്നു, ജനനരഹിതമായി തന്നെ നിൽക്കുന്നു. കേവലം ഈ ശരീരത്തിൽ മാത്രമേ ഈ അഹമനുഭവം ഉള്ളൂ എന്ന് സങ്കല്പിച്ചിട്ടാണ് കരുതുന്നത്. എന്താണ്? ശരീരം താൻ മരിക്കുന്നു. ആരും പറയാറില്ല എന്താണ് ശരീരം മരിക്കുന്നു, അങ്ങനെ ആരും പറയാറില്ല. മറിച്ച് എന്താ പറയുന്നത്? ഞാൻ മരിക്കുമെന്നാണ്. തന്റെ അവസാനത്തെയാണ്. കാരണം തന്റെ അവസാനം ഒരിക്കലും സംഭവിക്കാൻ സാധ്യമുള്ളതല്ല. എന്തുകൊണ്ട്? താനെന്ന് പറയുന്നത് കേവലം ഈ ശരീരത്തിൽ നിൽക്കുന്നതാണ്. അനന്ത ശരീരങ്ങളിൽ അനുസ്യൂതമായിരിക്കുന്നതാണ് ഈ താനെന്നുള്ള അനുഭവം. അപ്പൊ ആ താനെന്നുള്ള അനുഭവത്തിന്റെ നാശം അല്ലെങ്കിൽ അതിന്റെ ഉത്പത്തി ഒരിക്കലും സംഭവിക്കുന്നേയില്ല. അതുകൊണ്ടെന്താണിത്? അജമാണ്, ആത്മതത്വം. അജം ആത്മതത്വം, അതാണ് വിജ്ഞേയമായിരിക്കുന്നത്. അപ്പം മൂന്നായി: ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് ജ്ഞേയം, മറ്റൊന്ന് തുര്യൻ എന്ന് പറയുന്ന വിജ്ഞേയമായിരിക്കുന്നത്. ഇവിടെ നേരിട്ട് മുമ്പെല്ലാം മറ്റുള്ള ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളെ പറഞ്ഞ് അതിനെ നിഷേധിച്ച് സ്വന്തം വാസ്തവസ്ഥിതിയെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. സ്വാനുഭവത്തെ തന്നെ വിശകലനം ചെയ്തിട്ട് ബോധ്യപ്പെടുത്തുന്നു. ഈ തുര്യൻ അജനാണ്, അദ്വയനാണ്. അതാണ് ആത്മാവ്. സദാ സർവദാ ഏതത് ലൗകികാദി വിജ്ഞേയാന്തം ബുദ്ധൈഹി പരമാർത്ഥദർശിഭിഃ ബ്രഹ്മവിദ്ഭിഃ പ്രകീർത്തിതം. സദാ സർവദാ
ഈ ഏകത്വ അനുഭവം, അദ്വൈതമായ അനുഭവം, തുര്യന്റെ അനുഭവം അത് സദാ സർവദാ ഉള്ളതാണ്. അതിനെ ഇനി അറിയണം എന്ന് കരുതി അതിന്റെ ഉപായങ്ങൾ, സാധനങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതിനൊക്കെ പ്രവർത്തിക്കുമ്പോഴും താൻ അജനും അദ്വൈതനുമാണ്, വിജ്ഞേയ സ്വരൂപനാണ്. അത് പിന്നീട് നാളെ ഒരു കാലത്ത് കണ്ടെത്തുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? ഒരുവന് അതിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. ശരീരത്തിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും, ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിയും, വേറെ ശരീരത്തെ സ്വീകരിക്കാൻ കഴിയും. പക്ഷെ ഈ അഹമനുഭവത്തിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നത് സദാ സർവദാ ഉള്ളതാണ്. പരമാർത്ഥദർശിഭി, അത് സദാ സർവദാ ഉള്ളതാണെന്ന് ബോധിച്ചവനാണ് പരമാർത്ഥദർശി എന്നർത്ഥം. സർവരും പരമാർത്ഥദർശികൾ തന്നെയാണ്. ബ്രഹ്മവിദ്ധി ആർക്കും ഈ അനുഭവത്തിൽ നിന്ന് മാറിയിക്കാൻ കഴിയുന്നില്ല. അഹമനുഭവത്തിൽ നിന്ന് ആർക്കും മാറിയിക്കാൻ കഴിയുന്നില്ല, ആർക്കും മാറാൻ കഴിയുന്നില്ല. ആർക്കാണ് ഈ അഹമനുഭവത്തിന്റെ ഉത്പത്തി നാശങ്ങളെ അറിയാൻ കഴിയുന്നത്? അതും ആർക്കും അറിയാൻ കഴിയുന്നില്ല. ഇവിടെ ശ്രുതി എന്താണ് ബോധിപ്പിക്കുന്നത്? നീ അജനാണ്, അമരനാണ്, നീ ജനിക്കാത്തവനാണ്, മരിക്കാത്തവനാണ്. ആരെങ്കിലും അറിയുന്നുണ്ടോ തന്റെ ജനന മരണങ്ങളെ? തന്റെ ജനന മരണങ്ങളെ അറിയുന്ന ആരുമില്ല. ഭൗതികമായി ലൗകികമായി ചിന്തിച്ചപ്പോൾ നിങ്ങളെ അറിയുന്നതൊക്കെ എന്താണ്? അന്യന്റെ ജനന മരണങ്ങളെയാണ്. സ്വന്തം ജനന മരണങ്ങളെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ആർക്കും അറിയാൻ കഴിയുന്നില്ല. ജനിച്ചതും അറിഞ്ഞില്ല, മരിക്കുന്നതും അറിയുന്നില്ല. അപ്പോ എന്തുകൊണ്ട് സ്വന്തം ജനന മരണങ്ങളെ അറിയാൻ കഴിയുന്നില്ല? കാരണം താൻ ഏകനും അദ്വൈതനും അജനുമായിരിക്കുന്നു അവനാണ്. അതുകൊണ്ടാണ് അതറിയാൻ കഴിയാത്തത്. അല്ലെങ്കിൽ അറിഞ്ഞല്ലേ. അങ്ങനെ അല്ലാത്തതിന്റെയൊക്കെ ജനന മരണങ്ങളെ അറിയുന്നു, ശരീരത്തിന്റെ ജനന മരണങ്ങളെ അറിയുന്നുണ്ട്, അന്യശരീരങ്ങൾ ജനിക്കുന്നതായി കാണുന്നുണ്ട്, അന്യശരീരങ്ങൾ നശിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷെ തന്റെ ജനന മരണങ്ങളെ ആർക്കും അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടവിടെ താൻ, ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഈ ചൈതന്യം അത് ജനന മരണരഹിതമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനറിയാൻ കഴിയാതിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് സദാ സർവദാ ഏതത് ലൗകികാദി വിജ്ഞേയാന്തം, ഈ ജ്ഞാനജ്ഞേയ വിജ്ഞേയങ്ങൾ, അതിന്റെ ഈ അറിവ് വിജ്ഞേയാന്തം എന്നെന്തുകൊണ്ട് പറഞ്ഞു? ജ്ഞാനജ്ഞേയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ നമ്മളങ്ങനെ വിശകലനം ചെയ്യുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ വിശകലനമാണ് ജ്ഞാനജ്ഞേയ വിശകലനം എന്ന് പറയുന്നത്. അതവസാനം എവിടെ എത്തിച്ചേരുന്നു? വിജ്ഞേയാന്തം തന്നിൽ തന്നെ എത്തിച്ചേരുന്നു, അഹമനുഭവത്തിൽ എത്തിച്ചേരുന്നു, തന്നെക്കുറിച്ചുള്ള അനുഭവത്തിൽ എത്തിച്ചേരുന്നു, തന്റെ ഉള്ളിലുള്ള ആ ചൈതന്യ സ്ഫുരണത്തിൽ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേരുമ്പോഴാണ് ഇതിനൊക്കെ സമാധാനം വരുന്നത്. അവിടെ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ്? താൻ ഏകനാണ്, അജനാണ്, അമരനാണ് എന്നെല്ലാം തന്റെ ചിന്ത തന്നിൽ എത്തിച്ചേർന്നാലേ മനസ്സിലാകത്തു. അതുവരെ നമുക്കത് മനസ്സിലാകത്തില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അജനാണ്, അമരനാണ്, അദ്വൈതനാണ് ഒന്നുമില്ല. കാരണം ഇവിടെ അനുഭവപ്പെടുന്നത് എന്താണ്? ഉത്പത്തി സ്ഥിതി നാശങ്ങളാണ്, ഭേദമാണ് അനുഭവപ്പെടുന്നത്, അദ്വൈതമല്ല. പക്ഷെ തന്നിലെത്തിച്ചേരുന്നു. അവിടെ മനസ്സിലാവുന്നു എന്താണത്? അജനും അമരനും ഏകനും അദ്വൈതനുമാണെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്താണ്? വിജ്ഞേയാന്തം. ചിന്തകളെല്ലാം ഇന്ന് അവസാനിക്കുന്നത് വിജ്ഞേയമായിരിക്കുന്ന സ്വസ്വരൂപത്തിലാണ്. അങ്ങനെ എത്തിച്ചേർന്നാൽ അതുകൂടെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും കുറിച്ച് പഠിക്കും. നിങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് ജാഗ്രത സ്വപ്നങ്ങളുടെ പഠനമാണ്, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്.
ആധ്യാത്മികമായാലും ശരി ഭൗതികമായാലും ശരി. അത് ജാഗ്രത സ്വപ്ന പഠനമാണ്. ഇവിടെ അതല്ല പറയുന്ന വിജ്ഞേയാന്തം, അതെല്ലാം വിജ്ഞേയമായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ അവസാനിക്കണം. അത് അവസാനിക്കാത്തവരെയാണ് നമ്മൾ ലൗകികരെന്ന് പറയുന്നത്. അത് അവസാനിക്കുന്നവരെന്ന് പറയും ബുദ്ധൈഹി, ബുദ്ധന്മാര് എന്ന് പറയും. തന്നിൽ അവസാനിച്ചവർ. വിജ്ഞേയാന്തത്തിൽ അത് അവസാനിച്ചവർ ബുദ്ധൈഹി പരമാർത്ഥദർശിവിഹി, അവർ പരമാർത്ഥത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അതാണ് വ്യത്യാസം. സർവരും സാക്ഷാത് അനുഭവശാലികളാണെങ്കിലും, അതാണ് പരമാർത്ഥമെങ്കിലും ആ പരമാർത്ഥദർശികൾ വിരളം. സർവരും ആത്മസ്വരൂപികളാണെങ്കിലും, സർവരും അമൃതസ്വരൂപികളാണെങ്കിലും ആ അമൃതത്വത്തെ പ്രാപിച്ചവർ അത് വിരളം. പരമാർത്ഥദർശി ബ്രഹ്മവിദ്ഭി പ്രകീർത്തിതം. ഈ കാര്യങ്ങൾ ബ്രഹ്മജ്ഞാനികൾ, ആചാര്യന്മാർ ഇതെല്ലാം വ്യക്തമായി ശിഷ്യന്മാരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. അവസ്തു അനുപലംബം ച ലോകോത്തരമിതി സ്മൃതം ജ്ഞാനം ജ്ഞേയം ച വിജ്ഞേയം സദാ ബുദ്ധൈ പ്രകീർത്തിതം. ജ്ഞാനേ ച ത്രിവിധേ ജ്ഞേയേ ക്രമേണ വിദിതേ സ്വയം സർവജ്ഞതാ ഹി സർവത്ര ഭവതീഹ മഹാധിയ. ജ്ഞാനേച്ച ലൗകികാദിവിഷയേ ജ്ഞേയേച്ച ലൗകികാദോ ത്രിവിധേ. പൂർവലൗകികം സ്ഥൂലം തദഭാവേന പശ്ചാത് ശുദ്ധം ലൗകികം തദഭാവേന ലോകോത്തരം ഇത്യവം ക്രമേണ സ്ഥാനത്രയാഭാവേന പരമാർത്ഥസത്യേ തുര്യേ അദ്വയേ അജേ അഭേ വിദിതേ സ്വയമേവ ആത്മസ്വരൂപമേവ സർവജ്ഞത സർവജ്ഞശ്ച സർവജ്ഞ തദ്ഭാവ സർവജ്ഞത ഇഹ അസ്മിൻ ലോകേ ഭവതി മഹാധിയഃ മഹാബുദ്ധേഃ. സർവലോകാതിശയ വസ്തുവിഷയ ബുദ്ധിത്വാൽ ഏവം വിധഃ സർവത്ര സർവദാ ഭവതി സകൽ വിദിതേ സ്വരൂപേ വ്യഭിചാര അഭാവാദിത്യർത്ഥഃ. നഹി പരമാർത്ഥവിദോ ജ്ഞാനോദ്ഭവ അഭിഭവസ്തഃ യഥാന്യേഷാം പ്രാവാദുകാനാം. ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഇതിന്റെ വിശകലനത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അതെങ്ങനെ അത് ഫലവത്തായിത്തീരുന്നു എന്നാണ്. ജ്ഞാനേച്ച ലൗകികാദി വിഷയെ എന്ന് പറഞ്ഞു. ലൗകികാദികളെ കുറിച്ച് ലൗകികം, ശുദ്ധലൗകികം, ലോകാതീതം അല്ലെങ്കിൽ ലോകോത്തരം. ലൗകികം ജാഗ്രത്, ശുദ്ധലൗകികം സ്വപ്നം, ലോകാതീതം സുഷുപ്തി. ഇതിന്റെ ജ്ഞാനം, ഇതിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ വിചാരജന്യമായ ജ്ഞാനം. ചോദിക്കുമല്ലോ, ചിലർ ചോദിക്കും എന്താ ഇതിന്റെ പ്രയോജനം? കാരണം ഇവിടെ പറയുന്നത് എന്താണോ? അജനും അദ്വൈനും അഭേനുമായിരിക്കുന്നു തുര്യനാണ് നീ, അതാണ് നിന്റെ സ്വരൂപമെന്നാണ്. അതാണ് എന്റെ സ്വരൂപമെങ്കിൽ പിന്നെ ഈ വിചാരത്തിന്റെ ആവശ്യം തോന്നുന്നു, ശാസ്ത്രത്തിന്റെ ആവശ്യം തോന്നുന്നു, ഗുരുവിന്റെ ആവശ്യം തോന്നുന്നു. അതുകൊണ്ടെന്താ പ്രയോജനം? ഞാനതാണ്. അപ്പൊ അതിന്റെ പ്രയോജനം ഇത് തന്നെയാണ്. എന്താണ്?
ഞാനതാണെന്നറിഞ്ഞതില്ല അതിന്റെ പ്രയോജനം. അത് ശാസ്ത്രവും ഗുരുവും മനനവും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നീ ഇതറിഞ്ഞില്ല, ഞാനതാണെന്നറിഞ്ഞില്ല. അതുവരെ ഞാൻ എന്താണെന്ന് ചിന്തിച്ചതുകൂടിയില്ല. താൻ എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഇതിലൂടെ അല്ലാതെ ചിന്തിക്കാറില്ല. ശാസ്ത്രത്തിലൂടെയും ഗുരുവിലൂടെയും അല്ലാതെ ചിന്തിക്കാറില്ല. അല്ലാതെ തന്നെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ സഹജമായി തന്റെ മനസ്സിൽ എന്താണോ തന്നെക്കുറിച്ച് അനുഭവപ്പെടുന്ന അത് മാത്രം നാമരൂപങ്ങളോടുകൂടി തന്നെ അറിയും. പുരുഷനായി അറിയും, സ്ത്രീയായി അറിയും, അവസ്ഥകളിൽ അറിയും, ഇങ്ങനെ പലതരത്തിലും അറിയും. ഇതിന്റെ പ്രയോജനം, ശാസ്ത്രം ഇത് ബോധിപ്പിക്കുന്നതിന്റെ പ്രയോജനം എന്താണോ? പിന്നെ തുര്യനായി അറിയുക. അത് ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഗുരുവിലൂടെ അറിയാൻ കഴിയുന്നുള്ളൂ. താൻ അജനും അദ്വയനും ആണെന്നുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിൽ നേരിട്ടങ്ങ് എത്തിച്ചേരാൻ കഴിയുന്നില്ല. നീ തുര്യനാണ് എന്നൊരാൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദ്യം വരും, അപ്പോൾ ഈ ശരീരം, എന്റെ ഈ ജാഗ്രത അനുഭവം, ഞാൻ തുര്യനാണെങ്കിൽ, അദ്വൈതനായ തുര്യനാണെങ്കിൽ എങ്ങനെ എനിക്ക് നാനാത്വ ബോധം ഉണ്ടായി? അപ്പോൾ അവിടെ ചിന്ത ആവശ്യമായിട്ട് വരുന്നു, മനനം ആവശ്യമായിട്ട് വരുന്നു. മനനം കൂടാതെ നടക്കുന്നില്ല. പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ മനനത്തിന്റെ ആവശ്യമില്ല. പരമാർത്ഥം ഇന്നതാണെന്ന് ബോധിക്കാൻ അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മനനത്തെ ആശ്രയിച്ചേ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞ് ജ്ഞാനേ ലൗകികാദി വിഷയേ, ഈ ലൗകികാദി വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൂടിയിരിക്കും. നമ്മൾ നിരന്തരമായി അനുവർത്തിച്ചു വരുന്ന ഈ ജ്ഞാനം ഇത് സഫലമാണെന്നർത്ഥം. ഇതുകൂടാതെ സാധ്യമല്ല. ഇതുകൂടാതെ പരമാർത്ഥത്തെ ബോധിക്കാൻ സാധ്യമല്ല. ഇതുകൂടാതെ പരമാർത്ഥത്തെ ബോധിച്ചിരുന്നുവെങ്കിൽ ഇതിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ആവശ്യം വന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മനനം ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ട് മനനം ചെയ്യേണ്ടി വരുന്നു? സംശയം, വിപര്യം, അജ്ഞാനം ഇതെല്ലാം നിലനിൽക്കുന്നു. പരമാർത്ഥം താൻ തുര്യനാണ് എന്നുള്ളതാണെങ്കിലും അജ്ഞാന സംശയ വിപര്യങ്ങൾ നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലൗകികാദി വിഷയത്തിലുള്ള ജ്ഞാനം കൂടിയേ തീരും. ശ്രവണ മനന നിധ്യാസനങ്ങൾ കൂടിയേ തീരും. അത് ബോധിക്കുന്നത് വരെ. ശ്രവണ മനന നിധ്യാസനങ്ങൾ ആവശ്യമില്ലെന്ന് ഇവിടെ തന്നെ പറയും. അത് എപ്പോ? അത് ബോധിക്കുന്നിടത്ത്. പാരമാർത്ഥികമായ നിലയിൽ അത് ആവശ്യമില്ല. അല്ലെങ്കിലോ ഈ ജ്ഞാനം ആവശ്യമാണ്. അതല്ല വേറൊരു ഉപായമില്ല. അത് തുടർന്നേ പറ്റൂ. കാരണം ഇവിടെ അജ്ഞാനം ഇരിക്കുന്നു, സംശയം ഇരിക്കുന്നു, ഭ്രാന്തി ഇരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനേച്ച ലൗകികാദി വിഷയേ. അതുകൊണ്ടിത് മനനം ചെയ്യേണ്ടി വരുന്നു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ കുറിച്ച് മനനം ചെയ്യേണ്ടി വരുന്നു. ജ്ഞേച്ച ലൗകികാദു ത്രിവിധേ. അങ്ങനെ മനനം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ബോധ്യപ്പെടുന്നത്? നമ്മുടെ ഈ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇതാണല്ലോ തന്നെ താൻ സംസാരമെന്ന് വിളിക്കുന്നത്. ആ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണല്ലോ ജനന മരണങ്ങളല്ല. ഇതിനെല്ലാത്തിനും കൂടി ചേർത്തിട്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതെല്ലാം അതിന്റെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് കേവലം ജ്ഞാന വിഷയമായിട്ട് മാത്രമാണ്. അതിനപ്പുറം നമ്മൾ അതിൽ കൽപ്പിച്ചിരിക്കുന്ന പാരമാർത്ഥികത അത് അവിടെ ഇല്ല എന്ന് മനസ്സിലാകുന്നു. ഈ അറിവില്ലാത്തവനെന്താണ് മനസ്സിലാക്കുന്നത്? ഈ പ്രപഞ്ചത്തെ വാസ്തവമായി ഉള്ളതായി ഗ്രഹിക്കുന്നു.
മനനം ചെയ്യുന്നവനോ അതിനെ കേവലം ജ്ഞേയമായി ഗ്രഹിക്കുന്നു. ജ്ഞേയമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനവിഷയമായി ഗ്രഹിക്കുന്നു. ജ്ഞാനവിഷയത്തിനപ്പുറം അതിനൊരു വസ്തുതയില്ല. അത് മനനം കൂടാതെ സാധ്യമല്ല. അതെങ്ങനെ ഗ്രഹിക്കും? മനനം ചെയ്യാതെ. മനനം ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. മനനത്തിലൂടെ മനസ്സിലാക്കിയിട്ടാണത് അനുഭവത്തിൽ വരുന്നത്. അതിനു മുമ്പ് മനനത്തിലൂടെ മനസ്സിലാക്കിയേ പറ്റും. സ്വപ്നം, ആ സ്വപ്ന ദൃശ്യങ്ങൾ അവിടുത്തെ ജ്ഞേയമായിരിക്കുന്നത് അത് അസത്യമാണെന്ന് അനുഭവത്തിലൂടെ ബോധിച്ചു. രജ്ജുസർപ്പം അവിടെ ജ്ഞേയമായ വിഷയം അസത്യമാണെന്ന് അനുഭവത്തിലൂടെ ബോധിച്ചു. മരുമരീചിക അതും വളരെ കാലം അത് സത്യമാണെന്ന് ബോധിച്ചിരുന്നു. പക്ഷെ ഒടുവിൽ അനുഭവത്തിലൂടെ മനസ്സിലായി അത് അസത്യമാണെന്ന്. അപ്പൊ അനുഭവത്തിലൂടെ ആത്യന്തികമായി ബോധിക്കണം. പക്ഷെ അനുഭവത്തിലേക്കുള്ള വഴി മനനമാണ്, ശ്രവണ മനനങ്ങളാണ്. ശ്രവണത്തിലും മനനത്തിലും അനുഭവത്തിലെത്തുന്നില്ല. അപ്പോൾ അതിനെ ഒരു വഴിയായിട്ടെടുത്താൽ മതി. അനുഭവത്തിലെത്തിക്കുന്ന വഴി അത് ജ്ഞേയത്തെ സംബന്ധിച്ച് അത് എങ്ങനെ 3 തരത്തിൽ ജ്ഞേയം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ജ്ഞാനം 3 തരത്തിൽ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. ഈ ജ്ഞാനജ്ഞേയങ്ങളെക്കുറിച്ചുള്ള അനുഭവം, മനനം, അതിലൂടെ പരമാർത്ഥത്തെ ബോധിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ മനനത്തിന്റെയൊക്കെ ആത്യന്തികമായ ഫലം സ്വരൂപജ്ഞാനമാണ്. പൂർവലൗകികം, സ്ഥൂലം, ജാഗ്രത്. അതിനെ പൂർവലൗകികം എന്ന് വിളിക്കുന്നു, സ്ഥൂലമായിരിക്കുന്നു. ഇതിനെ ഈ തരത്തിൽ അറിയുന്നത് മനനം കൊണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ജാഗ്രതനെ അറിയുന്നതിനോ സ്വപ്നത്തെ അറിയുന്നതിനോ സുഷുപ്തി അറിയുന്നതിനോ നമുക്ക് ഗുരുവിന്റെ ശാസ്ത്രത്തിന്റെ ആവശ്യം. ഗുരു പറഞ്ഞിട്ടല്ല നമ്മൾ അറിഞ്ഞത് ഇത് ജാഗ്രതാണ്, കഴിഞ്ഞത് സ്വപ്നമാണ്, മുമ്പുണ്ടായത് സുഷുപ്തിയാണ്. അത് ഗുരുവിന് ശാസ്ത്രം ബോധിപ്പിച്ചാൽ. പക്ഷേ ഈ തരത്തിൽ അറിയണമെങ്കിൽ എങ്ങനെ? ഇത് കേവലം ജ്ഞേയ വിഷയമാണ് എന്നറിയണമെങ്കിൽ ഗുരു ശാസ്ത്രം കൂടിയേ തീരും. അവിടെ ഗുരുവും ശാസ്ത്രം ഉപദേശിക്കുന്നതാണ് എന്ത്? പൂർവലൗകികം, സ്ഥൂലം, തദഭാവേന പശ്ചാത് ശുദ്ധം ലൗകികം. സ്ഥൂലത്തെ ബോധിക്കുന്നു, ജ്ഞാന വിഷയമായി ബോധിച്ച് അതിനെ നിഷേധിക്കുന്നു, വിവേകം കൊണ്ട് നിഷേധിക്കുന്നു, മനനം കൊണ്ട് നിഷേധിക്കുന്നു. എങ്ങനെ നിഷേധിക്കുന്നു? അത് തുര്യനല്ല, അതല്ല പരമാർത്ഥം. അത് തുര്യനിലെ കേവല പ്രതീതി മാത്രമാണ്, സ്വസ്വരൂപത്തിലെ പ്രതീതിയാണ് എന്നും മനനം കൊണ്ട് നിഷേധിക്കുന്നു. അതാണ് തദഭാവേന പശ്ചാത് ശുദ്ധം ലൗകികം. കുറച്ചുകൂടി സ്പഷ്ടമായത്. അതുകൊണ്ടാണ് അതിനെ ശുദ്ധമെന്ന് പറയുന്നത്. ജാഗ്രത ശുദ്ധമല്ല. എന്തുകൊണ്ട്? ഇതിന്റെ അസത്യത്വം ബോധിക്കാൻ കഴിയുന്നില്ല. ശ്രവണം കൊണ്ടും മനനം കൊണ്ടും ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. അത് അത്രയും ദൃഢമായി, അതിനുള്ള സത്യത്വ ബുദ്ധി ദൃഢമാണ്. പക്ഷേ സ്വപ്നം അങ്ങനെയല്ല, അത് ശുദ്ധമാണ്. ഈ മാലിന്യങ്ങൾ അവിടെ ഇല്ല, ഇത്രയും ദൃഢമായ മാലിന്യം അവിടെ ഇല്ല. അതുകൊണ്ട് അത് അനായാസമായി ഗ്രഹിക്കാൻ കഴിയുന്നു. അത് പരമാർത്ഥമല്ല. അത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കുന്നതിന് പരമാർത്ഥ ജ്ഞാനം വേണ്ട. അജ്ഞാനത്തിലിരുന്നുകൊണ്ട് തന്നെ ബോധിക്കാൻ കഴിയുന്നു. പക്ഷെ ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കണമെങ്കിൽ പരമാർത്ഥ ജ്ഞാനം തന്നെ വേണം. അജ്ഞാനത്തിലിരുന്നുകൊണ്ട് ഈ ജാഗ്രത പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ജാഗ്രതത്തിനെ അപേക്ഷിച്ച് സ്വപ്നശുദ്ധമാണ്. അത് അനായാസമായി നമുക്ക് വെളിപ്പെടുന്നു. അത് പരമാർത്ഥമല്ല. അത് മാത്രമല്ല, അവിടെ വെളിപ്പെടുന്നത് എന്താണ്? ആ സ്വപ്നദ്രഷ്ടാവ് അത് പരമാർത്ഥമാണ്. സ്വപ്നദൃശ്യം, സ്വപ്നത്തിലെ ദർശനം എല്ലാം മാഞ്ഞു പോയെങ്കിലും ആ ദ്രഷ്ടാവായ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട്
അതിനെല്ലാം സ്മരിക്കുന്നു, സ്വപ്ന ദർശനത്തെയും സ്വപ്ന ദൃശ്യത്തെയും സ്മരിക്കുന്നു. എന്നിങ്ങനെ അനായാസമായി സ്വപ്നത്തിന്റെ അസത്യത്തെ, മിഥ്യാത്വത്തെ നമുക്ക് ബോധിക്കാൻ കഴിയുന്നു. അങ്ങനെ ബോധിക്കാൻ കഴിയുന്നതുകൊണ്ട് ഈ ജാഗ്രതത്തിനെ അപേക്ഷിച്ച് ആ സ്വപ്നം വളരെ ശ്രേഷ്ഠമാണ്, അത് ശുദ്ധമാണ്. തദഭാവേന ലോകോത്തരം, അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ലോകോത്തര സുഷുപ്തി. സുഷുപ്തി സഹജമായി തന്നെ ബോധിക്കുന്നു. സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വപ്നം കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്വപ്ന ദൃശ്യങ്ങൾ, സ്വപ്ന ദർശനം അസത്യമാണെന്ന് നമുക്ക് ബോധിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് വെച്ച് ജാഗ്രത അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. ലോകോത്തരം ആയിരിക്കുന്ന സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. എങ്ങനെയാണോ സ്വപ്നത്തിൽ ജാഗ്രത ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മൾ അതിനെ അസത്യമെന്ന് ബോധിക്കുന്നത്, അതുപോലെ സുഷുപ്തിയിൽ ഈ ജാഗ്രത സ്വപ്നവും രണ്ടും ഇല്ലാതിരുന്നതുകൊണ്ട് രണ്ടും അവിടെ അസത്താണ്, പരമാർത്ഥമല്ല എന്ന് നമ്മൾ ബോധിക്കും. അതാർക്കും ബോധിക്കും. ജാഗ്രത ഇവിടെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് സത്യമാണെന്ന് ബോധിക്കുന്നവന് ഇത് സുഷുപ്തിയിലും സത്യമായിരുന്നു എന്ന് ബോധിക്കുന്നില്ല. അങ്ങനെ ബോധിക്കാൻ ഒരറിവ് അവിടെ ഇല്ല. ഇത് മിഥ്യയാണെന്ന് ബോധിക്കണമെന്നില്ല, പക്ഷെ ഇത് സത്യമാണെന്നുള്ള ഈ അനുഭവം ഇത് ഈ ജാഗ്രത മാത്രമേ ഉള്ളൂ, അത് സുഷുപ്തിയിലില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ രണ്ടിനെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അതിന് ലോകാതീതം, വ്യവഹാരാതീതം, അനുഭവാതീതം, ലോകോത്തരം എന്ന് പറയുന്നത്. ഇത്യവും ക്രമേണ സ്ഥാനത്രയ അഭാവേന ഇങ്ങനെ മനനം ചെയ്തു. നേരത്തെ പറഞ്ഞല്ലോ, പരമാർത്ഥമാണ് താൻ, സ്വസ്വരൂപം തന്നെ പരമാർത്ഥം, അത് അന്യമല്ല. അങ്ങനെയാണെങ്കിൽ അതാരും ബോധിക്കുന്നില്ല. ശാസ്ത്രം ബോധിപ്പിക്കുന്നത്, ഗുരു ബോധിപ്പിക്കുന്നതോ മനനത്തിന് വേണ്ടി ബോധിപ്പിക്കുന്നു. മനനത്തിലൂടെ അത് ബോധിക്കുക, മനനത്തിലൂടെ അതിന് സ്വാനുഭവമാക്കി മാറ്റുക. പരമാർത്ഥ സത്യേ തുര്യേ അദ്വയേ അജേ അഭയേ വിദിതേ ഇത്യവം ക്രമേണ, ഇത്തരത്തിലുള്ള മനനത്തിലൂടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ അസത്യത്തെ ബോധിക്കുന്ന മനനത്തിലൂടെ. സുഷുപ്തിയും അസത്യമാണ്. എന്തുകൊണ്ട്? ഞാൻ സുപ്തനായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ സുപ്തനല്ല. അപ്പൊ തന്റെ ആ സുഷുപ്തി അത് സ്ഥായിയല്ല ബോധിക്കുന്നു. സ്ഥായിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ സുഷുപ്തനായിരിക്കുന്നു. ഇപ്പൊ എനിക്ക് സുഷുപ്തനായിരിക്കാൻ കഴിയുന്നില്ല, ഞാനിപ്പോ ജാഗ്രതത്തിലാണ്. അപ്പൊ ആ സുഷുപ്തി അത് സുഖമുള്ളതാണ്, അതിൽ ഈ ലൗകികമില്ല, അതുകൊണ്ട് അത് ലൗകിക അതീതമാണ്. പക്ഷെ എന്നിട്ടും അതിവിടെ ഇല്ല. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് അതും പരമാർത്ഥമല്ല, ആ അനുഭവം പരമാർത്ഥമല്ല. സ്ഥാനത്രയ അഭാവേന, അതുകൊണ്ടിവിടെ പറഞ്ഞു, സ്ഥാനത്രയ അഭാവമായിട്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ നിഷേധിച്ചുകൊണ്ട് ഇതിനെല്ലാം അതീതമായി പരമാർത്ഥ സത്യേ തുര്യേ, ഇതിനെല്ലാം അതീതമായിരിക്കുന്ന പരമാർത്ഥ സത്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പരമാർത്ഥ സത്യം, ഇതിനെല്ലാം സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാർത്ഥ സത്യം, അത് അദ്വയേ അജേ അഭയേ, അതിനെക്കുറിച്ച് മുമ്പ് വിശദീകരിച്ചു. അത് അദ്വയവും അജവും അഭയവുമായിരിക്കുന്ന അതിനെ വിദിതേ, അതിനെ അറിഞ്ഞിട്ട് ഈ അവസ്ഥകൾക്കെല്ലാം സത്താസ്ഫൂർത്തിയെ കൊടുക്കുന്ന സ്വസ്വരൂപം, അതങ്ങനെ അറിയുമ്പോൾ അത് അകലുകയല്ല. തുര്യനെന്ന് പറയുമ്പോൾ നമ്മളെ ഇതിനെല്ലാം അപ്പുറം വേറെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുകയല്ല, ഏതെങ്കിലും ഒരു സമാധിയിലൂടെ കൊണ്ടുവന്ന് മറ്റൊരു ലോകത്തോ അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥയിലോ എത്തിക്കുകയല്ല, മറിച്ചോ സ്വയമേവ ആത്മസ്വരൂപമേവ, സ്വസ്വരൂപം തന്നെ. നമ്മളെവിടെയെല്ലാം കറങ്ങിത്തിരിഞ്ഞു പോയാലും ശരി,
ഈ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്കോ സുഷുപ്തിയിലേക്കോ സമാധിയിലേക്കോ എവിടെ വേണോ പോകാം. എവിടെയെല്ലാം പോയാലും അവസാനം തിരിച്ച് ഇവിടെ തന്നെ വരും. ഇവിടെ തന്നെ എന്തുകൊണ്ട് വരുന്നു? കാരണം ഇവിടെ ഈ സ്ഫുരണത്തെ ആശ്രയിച്ചിട്ടാണ് ഈ മനനങ്ങളെല്ലാം നടക്കുന്നത്. ഈ സ്ഫുരണത്തെ ആശ്രയിച്ചിട്ടാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ സമാധിയെക്കുറിച്ചെല്ലാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് പറയുന്നു സ്വയമേവ ആത്മസ്വരൂപമേവ. ഈ ഗ്രാഹകനായി സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നവൻ, അതാണ് ആത്മസ്വരൂപം. ആത്മസ്വരൂപത്തിൽ അവൻ എത്തിച്ചേരുന്നു. ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിൽ നിന്നും അങ്ങനെ തദഭാവേന അതിനെല്ലാം നിഷേധിച്ചിട്ട് അതിനെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നത്തെ നിഷേധിച്ചാലും സുഷുപ്തിയെ നിഷേധിച്ചാലും എന്ന് മാത്രം എടുത്താൽ പോരാ. കാരണം ഏതൊരു സ്ഫുരണത്തിലാണോ ഈ ജാഗ്രത അനുഭവം നിലനിൽക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ സ്വോപായം, എല്ലാ ഉപായങ്ങളും നിലനിൽക്കുന്ന ഇവിടെയാണ്. ഗുരുവും ശാസ്ത്രവുമല്ല. അതിനാണ് നമ്മളിപ്പോ ജാഗ്രത എന്ന് വിളിക്കുന്നത്. ഈ ജാഗ്രതയുടെ പരമാർത്ഥം ഈ ജാഗ്രതത്തിനെയും നിഷേധിക്കുന്ന സ്വസ്ഫുരണത്തിൽ സ്വയമേവ, അതുകൊണ്ട് പറയുന്നത് ആത്മസ്വരൂപമാണ്, സ്വസ്വരൂപമാണ്. അങ്ങനെ ഈ ജാഗ്രതത്തിൽ നിന്ന് തുടങ്ങി സ്വപ്നം, സുഷുപ്തി, മൂർച്ഛ, സമാധി തുടങ്ങിയ അവസ്ഥകളെല്ലാം വേറെ എന്ന് കണ്ടറിഞ്ഞ് ഈ ജാഗ്രതത്തിൽ വന്ന് ഈ ജാഗ്രതത്തിനെയും നിഷേധിച്ചാൽ ശേഷിക്കുന്ന കേവലമായ സ്ഫുരണം, അതാണ് സ്വസ്വരൂപം എന്ന് പറയുന്നത്. ആ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, അവനാണ് സർവജ്ഞത. അവനാണ് ഇരിക്കുന്നത് സർവജ്ഞത എന്ന് പറയുന്നത്. അവനെന്തുകൊണ്ട് സർവജ്ഞതയിരിക്കുന്നു? അവനിവിടെ അറിയാനുള്ള സർവവും എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഈ മൂന്നിനെയും ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവജ്ഞനായി. അല്ലാതെ നമ്മൾ ധരിക്കുന്നത് പോലെ ഒരുപാട് നൂലാമാലകളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവിടെ ഈ മൂന്നേ പറയുന്നു. ജ്ഞാനേജ ത്രിവിധേ ജ്ഞേയേ, മൂന്ന് തരത്തിലുള്ള ജ്ഞാനജ്ഞേയങ്ങളെ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ. ഇതിന്റെ പരമാർത്ഥം ബോധിക്കുന്നവൻ എങ്ങനെ ബോധിക്കുന്നു? സ്വസ്വരൂപം, സ്വസ്വരൂപമായി ബോധിക്കുന്നു. അവൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അതീതനായിരിക്കുന്നു. അതീതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ തുര്യനായിരിക്കുന്നു. തുര്യനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അവൻ ആധാരമായിരിക്കുന്നു. അവനെ ആശ്രയിച്ചിട്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ പ്രവർത്തിക്കുന്നു. അവന്റെ ജ്ഞാനത്തിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ പ്രകാശിക്കുന്നു. അതാണ് സ്വരൂപസ്ഥിതി, അതാണ് സർവജ്ഞത. അതിനപ്പുറം സർവജ്ഞതയ്ക്ക് ഇവിടെ ഒന്നുമില്ല. സർവശ്ചാസു ജ്ഞശ്ച സർവജ്ഞ. ഇവിടെ സർവവും എന്ന് പറയുന്നത് എന്താണ്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളല്ല. അതിനപ്പുറം ഒന്നുമില്ല. സമാധിയെപ്പോലും ഇവിടെ എടുക്കുന്നില്ല. ഞാൻ ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സമാധിയെക്കുറിച്ചൊക്കെയുള്ള തെറ്റായ ധാരണകൾ മനസ്സിലിരിക്കുന്നുണ്ട്. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ സമാധി എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വസ്വരൂപസ്ഥിതി, ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളുടെ ആധാരമായിട്ടുള്ള സ്ഥിതി. അല്ലെങ്കിൽ ഏതൊരു ചൈതന്യ സ്ഫുരണത്തിലാണോ ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ തുല്യമായി ഒരേ രൂപത്തിൽ ജ്ഞേയങ്ങളായി കേവലം പ്രതീതിയായി നിലനിൽക്കുന്നത്, അവിടെയാണ് സർവജ്ഞത്വം. അതിന് സർവശ്ച, സർവം എന്ന് പറയുന്നത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ. ജ്ഞഃ എന്ന് പറയുന്നത് സ്വരൂപസ്ഫുരണം. ആ സ്വരൂപസ്ഫുരണം ഇതിനെയൊക്കെ നിലനിർത്തിയിരിക്കുകയാണ്. എങ്ങനെ നിലനിർത്തുന്നു? പരമാർത്ഥമായിട്ടല്ല, ബാധിതമായി നിലനിർത്തിയിരിക്കുന്നു. പരമാർത്ഥമല്ലാത്തതായി വീണ്ടും നിലനിർത്തിയിരിക്കുന്നു. അങ്ങനെ നിലനിർത്തിയാൽ അവനെ സംബന്ധിച്ച് അവൻ ജാഗ്രതത്തിലാണോ
അവൻ സ്വപ്നത്തിലാണോ, അവൻ സുഷുപ്തിയിലാണോ, അവൻ ഉറങ്ങുന്നോ, ഉണരുന്നോ, ഉണ്ണുന്നോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. അവനെ സംബന്ധിച്ച് ഇത്രയേ ഇവിടെ പറയുന്നുള്ളൂ. എന്താണ്? സർവജ്ഞാസു ജ്ഞശ്ച, അവൻ സർവജ്ഞനാണ്. തദ്ഭവ, ആ അവസ്ഥയാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? സ്വസ്വരൂപ അനുഭൂതി. അതാണ് സർവജ്ഞത. അതാണ് ഇവിടെ പറയുന്ന സർവജ്ഞത്വം. ഇഹ അസ്മിൻ ലോകേ ഭവതി. ഈ സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണ്? ഇഹ, ഇവിടെ എന്ന് പറഞ്ഞാൽ അസ്മിൻ ലോകേ, ഈ ശരീരത്തിൽ, ഈ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ സംഭവിക്കുന്നു എന്നാണ്. ലോകം എന്ന് വെച്ചാൽ ഇവിടെ പ്രധാനമായ അർത്ഥം ശരീരം എന്നുള്ളതാണ്. കാരണം ഇവിടെ ആരാണ് സർവജ്ഞനെന്ന് പറയുകയാണ്? സർവജ്ഞനെന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ ചൂണ്ടിക്കാണിക്കും. ശരി, ആത്മാവ്, സർവവ്യാപിയായിരിക്കുന്ന ആത്മാവ്, അത് സർവജ്ഞൻ തന്നെയാണ്. അത് സർവജ്ഞനെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ നമ്മൾ അന്വേഷിക്കുന്ന ആരാണ്? ആരാണ് ഈ സർവജ്ഞതയെ ബോധ്യപ്പെട്ടിരിക്കുന്നത്? ആരാണ് ഈ തുര്യനെ ബോധ്യപ്പെട്ടിരിക്കുന്നത്? അവിടെ നമ്മൾ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗുരുവിനെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇഹ അസ്മിൻ ലോകേ, ഈ ശരീരത്തിൽ ഭവതി, ആ സർവജ്ഞത്വം ഈ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്നു. എങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ പറയുന്ന ഈ തുര്യാധിഗമത്തിലൂടെ, തുര്യ സാക്ഷാത്കാരത്തിലൂടെ. അതിനുള്ള ഉപായം എന്താണ്? ജ്ഞാനേജ ത്രിവിധേ ജ്ഞേയേ, ഈ ത്രിവിധമായ ജ്ഞാനജ്ഞേയങ്ങളുടെ മനനത്തിലൂടെ. അടുത്ത കാരികയിലും ഈ കാര്യം തന്നെ ഒന്നുകൂടി വിശദീകരിക്കും. ആ ശ്രവണ മനന നിധിധ്യാസനങ്ങളെന്ന് പറഞ്ഞു തന്നെ പറയും. എന്തായാലും ഇതിനൊരു ഉപായം കൂടിയേ തീരും. പരമാർത്ഥം ഇതാണെങ്കിലും ആ പരമാർത്ഥവും ഇതുമായിട്ടുള്ള ബന്ധം എന്താ? ഇതുമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രവും ഗുരുവും ഒക്കെ ആയിട്ടുള്ള ബന്ധം, ഇതിന്റെയൊക്കെ സാർത്ഥകത എന്താണ്? പരമാർത്ഥത്തിലെത്തിക്കുന്നതിന് ഇതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിനെയൊക്കെ ആശ്രയിച്ച് അത് സാധ്യമാണ്. ഇതിനെയൊക്കെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ശ്രവണ മനനാദികളിലൂടെ സാധ്യമാണ്. അത് ഇഹ അസ്മിൻ ലോകേ, ഈ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉപദേഷ്ടാവായി, ഒരു ഗുരുവായി. അപ്പോ ശിഷ്യനെ സംബന്ധിച്ച് അവിടെ ഒരു ഗുരു ഉപസ്ഥിതി സംഭവിക്കുന്നു. അവിടെ പിന്നെ ശാസ്ത്രത്തിന് നിലനിൽപ്പുണ്ട്. ഗുരുവില്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന് എന്താ പ്രസക്തി? എവിടെ നിന്ന് ശാസ്ത്രം വെളിപ്പെടും? അതുകൊണ്ട് പറയുന്നു ഇഹ അസ്മിൻ ലോകേ, ഈ ശരീരത്തിൽ ഭവതി സർവജ്ഞത്വം. ഏത് ശരീരത്തിൽ? മഹാധ്യേഹ, മഹാബുദ്ധേഹേ, മഹാബുദ്ധി എന്നാണ് അവനെ വിളിക്കുന്നത്. സമ്പുദ്ധിയെ പ്രാപിച്ചവൻ ആണ് ബുദ്ധൻ എന്ന് പറയുന്നത്. മഹാബുദ്ധിയെ പ്രാപിച്ചവനാണ് ബുദ്ധൻ. പല ഭാഗത്തും അത് ആവർത്തിക്കുന്നുണ്ട്. ഇത് മഹാബുദ്ധന്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ആ മഹാബുദ്ധനിലിരിക്കുന്ന ബുദ്ധിയാണ് മഹാബുദ്ധി എന്ന് പറയുന്നത്. പരമാർത്ഥത്തെ ബോധിച്ചിരിക്കുന്ന ബുദ്ധി. അതാണ് ഇതിന്റെ അവസാനമായി പറയാനുള്ള. അതാണ് ആ സർവജ്ഞതയിൽ, ആ സ്വരൂപ അനുഭവത്തിൽ അവന് മഹാബുദ്ധി എന്നും പറയുന്നു. അവനാണ് ബുദ്ധൻ എന്നാണ്. സർവലോക അതിശയ വസ്തുവിഷയ ബുദ്ധിത്വ. സർവജ്ഞത്വം, മഹാബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ സർവലോക വിഷയമായ ബുദ്ധിയല്ല. സർവലോക വിഷയബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജാഗ്രത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ നാനാത്വം. നാനാത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത്, നമ്മൾ കാണാത്തത്, കേട്ടത്, കേൾക്കാത്തത്, അറിഞ്ഞത്, അറിയാത്തത് എല്ലാം അറിയുന്നതല്ല. അത് സർവലോക വിഷയബുദ്ധിയാണ്. അങ്ങനെ ഒരു സർവജ്ഞ
സർവജ്ഞത്വമുണ്ട്. ഈശ്വരൻ സർവജ്ഞനാണ്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതും അറിയുന്നു, കേട്ടതും കേൾക്കാത്തതും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു സർവജ്ഞത്വം ഇല്ലെന്നല്ല പറയും. ഇവിടെ പറയുന്ന സർവജ്ഞത്വം അതല്ല. ഈശലോകെ ഈ ശരീരത്തിൽ സംഭവിക്കുന്ന സർവജ്ഞത്വമാണ്. അത് ഈ ശരീരത്തിൽ സംഭവിക്കുന്ന സർവജ്ഞത്വമല്ല. ഇവിടെ പറയുന്ന സർവജ്ഞത്വം എന്താണ്? സർവലോക അതിശയ വസ്തു വിഷയ ബുദ്ധിത്വ. സർവലോക അതിശയ വസ്തു, ഈ പറയുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ് ഇവിടുത്തെ ലോകങ്ങൾ, അതല്ലാതെ വേറെ ലോകമില്ല. ഈ ലോകത്തെ അതിശയിക്കുന്ന എന്ന് വെച്ചാൽ ഈ ലോകത്തെ അപ്പുറമുള്ള വസ്തു, ഈ ലോകത്തെ എല്ലാം നിഷേധിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വസ്തു, അല്ലെങ്കിൽ ഈ ലോകങ്ങൾക്കെല്ലാം ആശ്രയം കൊടുത്തുകൊണ്ട് ഇതിനാധാരമായി നിൽക്കുന്ന വസ്തു തുര്യൻ. ആ വസ്തു വിഷയ ബുദ്ധിത്വ, ആ വസ്തുവിനെ കുറിച്ചുള്ള ബുദ്ധി. അതുകൊണ്ടാണ് ഇവനെ മഹാബുദ്ധി എന്ന് വിളിക്കുന്നത്. അവന് പിന്നെ മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ ജാഗ്രതത്തിലെ നാനാത്വത്തെ അറിയേണ്ട കാര്യമില്ല. സ്വപ്നത്തിന്റെ സുഷുപ്തിയിലെ വിശേഷതകളെയൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ സർവ്വലോകത്തിനും അതീതമായിരിക്കുന്ന, അതിനാധാരമായിരിക്കുന്ന ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം മതി. ബുദ്ധിത്വാ അവൻ മഹാബുദ്ധിയാണ് എന്നാണ്. ഏവം വിധ സർവത്ര സർവദാ ഭവതി. അവനെ കുറിച്ച് എന്ത് പറയാം? അവൻ എവിടെയാണ്? അവൻ ആരാണ്? അവന്റെ സ്ഥിതി എങ്ങനെയാണ്? അവൻ ഭൂമിയിലാണോ അതോ കൈലാസത്തിലാണോ? അത് പറയുന്നു. അങ്ങനെയുള്ള ഈ സർവജ്ഞൻ ഏവം വിധ സർവത്ര സർവദാ ഭവതി. അവന്റെ ആ സർവജ്ഞതയ്ക്ക് കാലദേശങ്ങളുടെ പരിമിതികളൊന്നുമില്ലാത്ത അവൻ എവിടെയാണ്? അവൻ സർവത്രയാണ്. അവൻ ആത്മസ്വരൂപിയായി സർവത്ര സ്ഥിതി ചെയ്യുന്നു. ഏത് കാലത്തിൽ? സദാകാലത്തിലും. അവനൊരു കാലത്ത് ജ്ഞാനിയാകുകയും അടുത്ത സമയത്ത് അജ്ഞാനിയാകുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു സർവദാ ഭവതി സകൃത് വിജിതേ സ്വരൂപേ വ്യഭിചാര അഭാവ. ആ സ്വരൂപ പ്രകാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന് മാറ്റം സംഭവിക്കുന്നില്ല എന്നർത്ഥം. ഇരുട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അണയുന്ന വെളിച്ചമല്ല. അണയുന്ന വെളിച്ചം ഏതാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ ആർജിക്കുന്ന അറിവുകൾ, മനനത്തിലൂടെ ശ്രവണത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന അറിവുകൾ, അത് മാറിപ്പോകും. ഇതങ്ങനെയല്ല പറയുന്നത്. സകൃത് വിദിതേ, ഒരിക്കൽ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഒരിക്കൽ ആ അനുഭൂതിയിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്വരൂപേ, അവിടെ പിന്നെ മാറ്റം സംഭവിക്കുന്നില്ല എന്നർത്ഥം. അത് മങ്ങിപ്രകാശിക്കത്തില്ല, അത് പ്രകാശിച്ചിട്ട് കെട്ടുപോകത്തില്ല, അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവമല്ല, പരോക്ഷമായ ജ്ഞാനമാണ്. നഹി പരമാർത്ഥവിദ ജ്ഞാന ഉദ്ഭവ അഭിഭവസ്ഥ. പറയും പരമാർത്ഥജ്ഞാനിക്ക് ആ പരമാർത്ഥജ്ഞാനത്തിന്റെ ഉത്പത്തി നാശങ്ങൾ സംഭവിക്കുന്നില്ല എന്നർത്ഥം. ശ്രവണത്തിൽ അങ്ങനെയല്ല. നമ്മൾ ജ്ഞാനിയാകുന്നു, അജ്ഞാനിയാകുന്നു. മനനത്തിലും മാറ്റമൊന്നുമില്ല. അവിടെയും ജ്ഞാനിയായും അജ്ഞാനിയായും തുടരും. ഇവിടെ പറയുന്ന എന്താണ്? മഹാബുദ്ധി, സർവജ്ഞൻ. അങ്ങനെയല്ല. ജ്ഞാന ഉദ്ഭവ അഭിഭവവും, ജ്ഞാനം ഉണ്ടാകുക, അത് മറ്റൊന്നിന് കീഴ്പ്പെട്ടു പോവുക, കാമക്രോധങ്ങൾക്ക് അടിപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെ അടിപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ജ്ഞാനമല്ല, അതൊന്നും സംഭവിക്കില്ല. പ്രാരബ്ധത്തിന് അടിപ്പെട്ടു പോവുക, പൂർവ്വ സംസ്കാരങ്ങൾ കൊണ്ട് അതില്ലാതാവുക, വാസനകൾ അതിനെ ബാധിക്കുക, ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഒന്നും സംഭവിക്കുന്നത് പരമാർത്ഥ ജ്ഞാനമല്ല, അതെല്ലാം ലൗകികമായ ജ്ഞാനമാണ്. ജ്ഞാന ഉദ്ഭവ അഭിഭവസ്ഥ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനിക്ക് സ്വയം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതല്ല. അജ്ഞാനിക്ക് താൻ ജ്ഞാനിയാണെന്നുള്ള ഭ്രമം ഉണ്ടെങ്കിൽ
അത് മാറാൻ വേണ്ടി പറയുകയാണ്. ഇത് ഉദ്ഭവ അഭിഭവങ്ങൾ ഉണ്ടാകുന്ന ജ്ഞാനം അല്ല. വെറുതെ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി ഞാൻ ജ്ഞാനിയാണെന്ന് ഭാവിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എത്ര വലിയ ആളോ ആയിക്കൊള്ളട്ടെ, ചെറിയ ആളോ ആയിക്കൊള്ളട്ടെ, വെറുതെ കരുതുകയാണ് ഞാനും ഒരു ജ്ഞാനിയാണ്. ഇവിടെ പല ജ്ഞാനികളുണ്ടായി, അതിന്റെ കൂട്ടത്തിൽ ഞാനും ഒരാളാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഒരു പ്രയോജനം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ജ്ഞാന ഉദ്ഭവ അഭിഭവങ്ങൾ സംഭവിക്കുന്നില്ല, ഉത്പത്തി നാശങ്ങൾ അവിടെയില്ല. അതുകൊണ്ടാണ് പറഞ്ഞു മഹാധിയഃ മഹാബുദ്ധി യഥാന്യേഷാം പ്രാവാതുകാന. മുമ്പ് പറഞ്ഞല്ലോ അസ്ഥി നാസ്തി അസ്ഥി നാസ്തീതി നാസ്തി നാസ്തീതി. ഇങ്ങനെ ആത്മാവിനെ കുറിച്ചുള്ള പല കൽപ്പനകളുണ്ട്, പരസ്പരം നിഷേധിക്കപ്പെടുന്ന കൽപ്പനകൾ. അവിടെ ഈ ജ്ഞാനത്തിന് ഉത്പത്തി നാശങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ അജാതിയിൽ, ഇവിടെ ഇത് വെളിപ്പെടുത്തുന്ന ആചാര്യനെ സംബന്ധിച്ച് എന്താണ്? ഉത്പത്തി നാശരഹിതമായ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പറയുന്നു ജ്ഞാന ഉദ്ഭവ അഭിഭവ നസ്തഃ. ഈ അനുഭൂതിയിൽ ജ്ഞാന ഉദ്ഭവ അഭിഭവങ്ങൾ സംഭവിക്കുന്നില്ല. അയാളാണ് മഹാബുദ്ധി, അതാണ് സർവജ്ഞത. ജ്ഞാനേച ത്രിവിധേ ജ്ഞേയേ ക്രമേണ വിദിതേ സ്വയം സർവജ്ഞതാ ഹി സർവത്ര ഭവതീഹ മഹാധിയ. ശേഷം